ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്രഗതാഗതം നിയന്ത്രിക്കുന്നതിനായി പുതിയ സംവിധാനം ഇറാൻ ആസൂത്രണം ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സമുദ്രഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി പണം ഈടാക്കാനാണ് ഇറാൻ ആലോചിക്കുന്നത്. കപ്പലുകളിൽ നിന്നും ആവശ്യമായ ഫീസ് ഈടാക്കാൻ ഇറാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള സമുദ്ര ഗതാഗതത്തിന്റെ നിർണായക ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ചാലുകൾ നിയന്ത്രിക്കാൻ ഇറാൻ പുതിയ സംവിധാനമൊരുക്കുകയാണ്. ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കപ്പലുകളിൽ നിന്നും ആവശ്യമായ ഫീസ് ഈടാക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നതായി ഇബ്രാഹിം അസീസി പറയുന്നത്. ഈ സംവിധാനത്തിലൂടെ ഹോർമുസിലെ സേവനങ്ങൾക്ക് ഇറാൻ പണം ഈടാക്കുമെന്നും തങ്ങളുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ ഇതിലൂടെ കടത്തിവിടുകയുള്ളൂവെന്നും ഭരണകൂടം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഇറാനെതിരെ സൈനിക നടപടിയെ പിന്തുണച്ച രാജ്യങ്ങൾക്ക് മുന്നിൽ പാത തുറക്കില്ലെന്നും ഇബ്രാഹിം അസീസി പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഇബ്രാഹിം അസീസി കൂട്ടിച്ചേർത്തു. എന്നാൽ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിനിടയിലും കൂടുതൽ കപ്പലുകൾ നിലവിൽ ഇറാൻ കടത്തിവിടുന്നുണ്ടെന്നാണ് ഹോർമുസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളും ഇതിനോടകം തന്നെ കടന്നുപോയിട്ടുണ്ട്. അതിനിടെ ഇറാന് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ആലോചിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുമ്പോഴാണ് പാക് ആഭ്യന്തരമന്ത്രി ഇറാനിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ചൈനീസ് സന്ദർശനത്തിന് ശേഷം തിരികെ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.